ഇടുക്കി മറയൂർ ചിന്നാറിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ആംബുലൻസ് ജീവനക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഉദുമൽപേട്ടയിൽ നിന്ന് മറയൂരിലേക്ക് വന്ന ആംബുലൻസാണ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ആംബുലൻസും ആനയും ദൃശ്യങ്ങളിൽ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ആംബുലൻസ് ജീവനക്കാരുടെ ഒരു മനസാന്നിധ്യം കൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായതല്ലേ? തീർച്ചയായിട്ടും സുജയ, മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. മറയൂരിൽ നിന്നും കാലിന് പരിക്കേറ്റ രോഗിയെ ഉദുമൽപേട്ടയിലെ ആശുപത്രിയിൽ ആക്കിയ ശേഷം തിരികെ ഈ വാഹനം മറയൂരിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ചിന്നാറിന് സമീപം കാട്ടാന ഈ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുന്നത്. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ മനോധൈര്യമാണ് ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണം. ഈ കാട്ടാന പാഞ്ഞെടുത്തപ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ സൈറൻ ഓൺ ആക്കുകയായിരുന്നു. അതിനുശേഷം തുടർച്ചയായി ഹോൺ മുഴക്കുകയും ചെയ്തു. വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഏറെ നേരം ആ കാട്ടാന വഴിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ നേരം വാഹനത്തിൻ്റെ ഹോൺ അടിച്ചിട്ടും ഈ ആന മാറാൻ തയ്യാറായില്ല. ഏതാണ്ട് 10 മിനിറ്റോളം ഈ വാഹനത്തിന് മുന്നിൽ കാട്ടാന നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ തന്നെ പറയുന്നത്. അതിനുശേഷം ഈ ആന വഴിയുടെ സൈഡിലേക്ക് മാറിയപ്പോഴാണ് വാഹനങ്ങൾ കടന്നു വരികയും ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഇതേ പാതയിൽ കാട്ടാന ഏതാണ്ട് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടരെ ഇത്തരത്തിൽ കാട്ടാന ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉദുമൽപേട്ട മൂന്നാർ പാതയിൽ ഉള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷ്.